നമ്മുടെ രാജ്യത്തിന്റെ പക്കലുള്ള മിസൈലുകളിൽ ഏറ്റവും പുതിയ പതിപ്പായിട്ടുള്ള അഗ്നി 6ന്റെ പരീക്ഷണത്തിലുള്ള ആ ഒരു പരീക്ഷണം, അത് അഗ്നി 6 പരീക്ഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ദൂരപരിധി വളരെ കൂടുതലാണ് എന്ന് തന്നെ കേൾക്കും. സാധാരണ നമ്മൾ മിസൈലുകളുടെ ദൂരപരിധി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത് വളരെയധികം ദൂരപരിധി ഉണ്ട്. 10,000-ലധികം ദൂരപരിധി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രാജ്യങ്ങൾ വിട്ട് വേറെ രാജ്യങ്ങൾ, നമുക്ക് ഏറ്റവും അടുത്തത് ചൈനയും പാകിസ്ഥാനുമാണ്. അതിനപ്പുറമൊക്കെ എന്തിന് നമ്മുടെ രാജ്യം ഇങ്ങനെ ഇത്രയും ദൂരപരിധിയുള്ള മിസൈലുകൾ പരീക്ഷിക്കണം? അത് നമ്മുടെ ഇതുമായിട്ട് യോജിച്ചതാണ്. നമ്മുടെ രാജ്യത്തിന് ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? ചേട്ടൻ പറഞ്ഞു തുടങ്ങിയത് വാസ്തവം തന്നെയാണ്. അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നു എന്ന് സൂചനകൾ വരുന്നുണ്ട്. എന്നാണ്, എപ്പോഴാണെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. പക്ഷേ ഉടനെ ഉണ്ടാകും. ഒഡീഷ തീരത്താണ് സാധാരണ ഇത്തരം മിസൈൽ പരീക്ഷണമൊക്കെ നടക്കുക. അവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന. അപ്പോൾ ഈ അഗ്നി 6 ചേട്ടൻ പറഞ്ഞു തുടങ്ങിയത് വാസ്തവമാണ്. രാജ്യം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദൂരപരിധിയുള്ള, ഏതാണ്ട് 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് എന്നതാണ്. അതിപ്പോൾ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്കയിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് എവിടെ വേണമെങ്കിലും ആക്രമിക്കാം. അപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ കീഴിലുള്ള നഗരങ്ങൾ പോലും ഇതിൻ്റെ കീഴിൽ വരും, ആക്രമണ പരിധിയിൽ വരും. അതുകൂടാതെ ഇതിന് ഒരു MIRV എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി ഈ മിസൈലുണ്ട്. MIRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത്രയേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മളൊരു സങ്കല്പം, ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ ലക്ഷ്യം വെച്ചേക്കുന്നത് ആ ലക്ഷ്യം ഭേദിക്കുക എന്നാണ് നമ്മുടെ പ്രാഥമികമായ സങ്കല്പം. പക്ഷേ ഈ MIRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസൈൽ തന്നെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ സാധിക്കുക. അതായത് ഇതിനൊരു വാർഹെഡ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഈ മിസൈലിൻ്റെ ഏറ്റവും മുകളിൽ ഘടിപ്പിക്കുന്ന ഭാഗം, അവിടെ നമ്മുടെ അഗ്നി 6 ആണെങ്കിൽ 10 വാർഹെഡുകൾ വെക്കാം. അതായത് 10 ബോംബ് എന്ന് വേണമെങ്കിൽ കണക്കാക്കിക്കോളൂ. ഈ 10 ബോംബുകളും 10 ഇടങ്ങളിൽ അവിടെ ആക്രമണം നടത്താനായിട്ട് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാഥമികമായ സംഗതി കൂടി പറയാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഭീമാകാരമായ ഒരു മിസൈൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാരം എന്ന് പറയുന്നത് 55,000 മുതൽ 70,000 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ഉയരം 20 മീറ്റർ മുതൽ 40 മീറ്റർ വരെ അതിൻ്റെ ഭാരമുണ്ടാകാൻ അതായത് അഗ്നി 1 മുതൽ ഇങ്ങോട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 40 മീറ്ററെങ്കിലും ഉണ്ടാകും. വ്യാസം 2 മീറ്റർ, അതായത് ചുറ്റളവ് 2 മീറ്റർ ഉണ്ടാകും. ഇനി ഇതിന് 3000 ടൺ വരെ ഇതിൻ്റെ സ്ഫോടക വസ്തു, അതിപ്പം ആറ്റം ബോംബാകാം, എന്തുവാകാം, 3000 ടൺ വരെയുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ വാർഹെഡ് വഹിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാകും, ക്യാരി ചെയ്യാനായിട്ടുള്ള ശേഷി ഉണ്ടാകും. ഇതാണ് പറയുന്നത്. പിന്നെ ഇത് ഒരു കാനറ്റൈസർ സാങ്കേതിക വിദ്യയിലായിരിക്കും തൽക്കാലം സൂക്ഷിക്കുക. അതായത് ഈ മിസൈൽ തയ്യാറാക്കി ഒരു പ്രത്യേക അറയിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഇതൊരു ലോഞ്ചിങ് വെഹിക്കിളിലേക്ക്, നമ്മൾ ഈ ഉപഗ്രഹ വിക്ഷേപണത്തിനൊക്കെ ഒരു വിക്ഷേപണ തറയായിരിക്കുമല്ലോ നമ്മുടെ സങ്കല്പം. പക്ഷെ ഈ മിസൈലിനൊക്കെ ഒരു വിക്ഷേപണ വാഹനമായിരിക്കും. ഒരു തട്ര എന്ന പേരിൽ സൈന്യത്തിനൊരു വാഹനമുണ്ട്. അതൊന്നെങ്കിൽ 8x8 അല്ലെങ്കിൽ 12x12 ആ രീതിയിലുള്ള ഭീമാകാരമായ ട്രക്കാണ്. അപ്പൊ അതിലാണ് ഇത് ഘടിപ്പിച്ച് വിക്ഷേപിക്കുക. അപ്പൊ നമ്മൾ ഇപ്പോ അഗ്നിയുടെ തന്നെ അഗ്നി പ്രൈം എന്നൊരു വെറൈറ്റി കുറച്ച് നാൾ മുമ്പ് പരീക്ഷിച്ചിരുന്നു. അത് പരീക്ഷിച്ചത് ട്രെയിനിൽ വെച്ചിട്ടാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് രാജ്യത്തെ ഏറ്റവും കൂടുതലുള്ളത് റെയിൽവേ ശൃംഖലയാണല്ലോ, ഏത് മുക്കിലും മൂലയിലേക്കും പോകാം. അപ്പോൾ ശത്രുവിന്റെ ആക്രമണത്തെ തടയാനായിട്ട് ഏത് ഒഴിഞ്ഞ മൂലയിൽ കൊണ്ടുവച്ചിട്ടും ഈ അഗ്നി പ്രൈം മിസൈൽ പരീക്ഷിക്കാം. അതിപ്പോ ഒരു റെയിൽവേയുടെ തുരങ്കത്തിനകത്താണ് ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉണ്ടാകുമ്പോൾ ശത്രുവിന്റെ ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനെ റെയിൽവേയിൽ ആയിട്ട് ബന്ധിപ്പിച്ചത്. അപ്പോൾ ഇതേപോലെ അഗ്നി 1 ദൂരപരിധി 700 മുതൽ 1200 കിലോമീറ്റർ വരെ ആണെങ്കിൽ അത് പാകിസ്ഥാനെ ലക്ഷ്യമാക്കി നമ്മൾ സൃഷ്ടിച്ച. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ അഗ്നി 2 എന്ന് പറയുന്നത് 2500 കിലോമീറ്റർ, അഗ്നി 3 എന്ന് പറയുമ്പോൾ 3500 കിലോമീറ്റർ, അഗ്നി 4000 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ റേഞ്ച്. അതിനുശേഷം അഗ്നി 5 ആണ് നമ്മൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ട് അതിനെ പരിഷ്കരിച്ചത്. അപ്പോൾ അതിൻ്റെ ദൂരപരിധി 8000 കിലോമീറ്റർ വരെ ആയി. ഇതിപ്പോൾ 10000 ആയി. ഇപ്പോൾ 12,000 വരെ അത് വിക്ഷേപിച്ച് അതിൻ്റെ ലക്ഷ്യം ഭേദിച്ചു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ കൃത്യം പറയാനൊക്കെ ഉള്ളെങ്കിൽ നമ്മളൊരു അനുമാനം അതാണ്. അപ്പോൾ
ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ടടുത്ത ശത്രു രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ ചൈനയാണ്. അപ്പം നോക്കുമ്പോൾ ഈ ആദ്യത്തെ അഗ്നി മിസൈൽ മതിയാകും. 700 മുതൽ 1200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒന്നാമത് അഗ്നി മിസൈൽ മതിയാകും. പക്ഷെ എന്തിന് നമ്മൾ ഈ അമേരിക്കയെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഇത്രയും ദൂരപരിധിയുള്ള ഒരു മിസൈൽ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഭൂപടം നോക്കിയാൽ പാകിസ്ഥാൻ കിടക്കുന്നത് ഇന്ത്യയുടെ അങ്ങേ അറ്റത്താണ്, നമ്മുടെ കേരളം കിടക്കുന്നത് ഇങ്ങേ അറ്റത്താണ്. അപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സംഘർഷമുണ്ടാകുന്ന മേഖല അതിർത്തി പ്രദേശമായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും ഈ മിസൈൽ സംവിധാനം വളരെ കോസ്റ്റ്ലിയാണ്, വളരെ തന്ത്രപരമാണ്. ഈ അതിർത്തി പ്രദേശത്ത് വെച്ച് ഇത് വിക്ഷേപിക്കുക അതിൻ്റെതായ റിസ്ക് ഉണ്ട്. കാര്യം ശത്രുവും നമ്മളെപ്പോലെ ബുദ്ധിമാനാണെന്ന് മനസ്സിലാക്കണം, അവർക്കും ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവർ ഇതുവഴി കണ്ടെത്തി ഈ മിസൈൽ സംവിധാനത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ അഗ്നി പറയുന്ന ഈ മിസൈൽ കേരളത്തിൽ വെച്ച് വിക്ഷേപിച്ചുകൂടാ? പെട്ടെന്ന് അവരുടെ, അല്ലെങ്കിൽ അവർക്ക് ഇതിനെ തകർക്കാനായിട്ട് ഇത്രയും ദൂരപരിധിയുള്ള മിസൈൽ ഇല്ല എന്ന് തന്നെ കരുതുക. അപ്പോൾ ഇവിടെ നിന്ന് തൊടുത്തു വിട്ടാൽ അവിടെ എത്തണം. അതുകൊണ്ടാണ് ഇത്രയും ദൂരപരിധി. അല്ലാണ്ട് നമ്മുടെ ലക്ഷ്യം അമേരിക്കയെ ഭീഷണിപ്പെടുത്തുകയോ യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ അല്ല. ഇപ്പോൾ സ്ഥിരം വിക്ഷേപിക്കുന്ന ആ ഏരിയ വിട്ട് വേറെ ഏതെങ്കിലും, അതായത് സ്ഥിരം സംഘർഷ മേഖലയിൽ കൊണ്ടുപോയി ഈ മിസൈലുകൾ വെക്കുക ബുദ്ധിപരമല്ല. എവിടെയാണെന്ന് ശത്രു അറിയാൻ പോലും പാടില്ല. സ്ഥിരം സംഘർഷ മേഖലകൾ അവരുടെ നിരന്തരമായ നിരീക്ഷണത്തിലായിരിക്കും. അതൊന്നും അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഏതെങ്കിലും, നമ്മുടെ രാജ്യം ഇങ്ങനെ വിശാലമായി കിടക്കുകയാണല്ലോ. ഇനി ഇന്ത്യയെക്കാൾ എത്രയോ വലുതാണ് ചൈന. ചൈനയുടെ ഇതേപോലെ തന്ത്രപ്രധാന മേഖലകളൊക്കെ നമ്മുടെ അതിർത്തി വിട്ട് അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ളിലായിരിക്കും ഇതേപോലുള്ള സംവിധാനങ്ങളൊക്കെ അവരും സജ്ജീകരിച്ചിരിക്കുക. ഒരു യുദ്ധമുണ്ടായാൽ നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മളെ ഇതേപോലെ ആക്രമിക്കാൻ ശേഷിയുള്ള അവരുടെ മിസൈൽ സംവിധാനങ്ങളെയാണ്. അപ്പൊ അതിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്കും ഇത്രയും ദൂരപരിധിയുള്ള മിസൈൽ വേണം. അതുകൊണ്ടാണ് അതൊക്കെ അറിയാൻ പറ്റുക. പിന്നെ എത്രയോ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അതുവഴി എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഭീഷണി, ഇപ്പോൾ നമ്മുടെ ഒരു ലൈൻ എന്താ, നമ്മൾ ഒരിക്കലും ആരെയും കയറി ആക്രമിക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുകയില്ല. നമ്മളൊരു ഭീഷണി ലൈൻ എടുത്തേക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ ആദ്യം ആക്രമിക്കില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചതേപോലെ പോകില്ല. അപ്പോൾ അങ്ങനെ അവർക്കൊരു പേടി തോന്നണമെങ്കിൽ അതിന് പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. അതുകൊണ്ടാണ് ഈ ആണവ ബോംബുകളൊക്കെ വഹിക്കാൻ ശേഷിയുള്ള ഈ അഗ്നി പോലെയുള്ള വമ്പൻ മിസൈലുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വിക്ഷേപണത്തിന് സമയമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കാരണം DRDOയുടെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ പേര് സമീർ വി കാമത്ത് എന്നാണ്. അദ്ദേഹം നടത്തിയ നിർണായക പ്രസ്താവനയാണ്. അഗ്നി 6 റെഡിയാണ്, എല്ലാ സംവിധാനമൊക്കെ പൂർത്തിയാക്കി, സർക്കാരിൻ്റെ ഒരു അനുമതി കിട്ടിയാൽ ഞങ്ങൾ പരീക്ഷണത്തിലേക്ക് കടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഗ്നി 6 എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലാണ്. ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗതയിൽ പോകുന്നതാണ്. ഇനി അതിൻ്റെയും വേഗത കടത്തി വെട്ടുന്നതാണ് ഹൈപ്പർസോണിക്. ഇപ്പോൾ ലഭ്യമായ വിവരപ്രകാരം ശബ്ദത്തേക്കാൾ 20 മടങ്ങ് വേഗതയിൽ കുതിച്ചു പായാൻ ശേഷിയുള്ളതാണ് ഈ അഗ്നി 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അത്രയും വേഗതയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇത് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പണി കടത്തിയിട്ടെങ്കിൽ പോരുള്ളൂ. അപ്പോൾ ഇത് കത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇത് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ തടഞ്ഞു നിർത്താനൊക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് ഇത്ര വലിയ വേഗത കൈവരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്ന ഒരു സോളിഡ് പ്രൊപ്പലൻ്റ് ആണ്. ഇപ്പോൾ റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ ലിക്വിഡ് പ്രൊപ്പലൻ്റ് കൊണ്ട് സോളിഡ് ഉണ്ട്. അപ്പോൾ സോളിഡ് ആണെങ്കിൽ കുറേ കൂടി തീവ്രതയിൽ ഇത് കത്തും. അപ്പോൾ ഇത്രയും വലിയ ഭീമാകാരമായ ഒരു മിസൈലാണെങ്കിൽ അതിവേഗതയിൽ കുതിച്ചു പായും. കൂടാതെ ഈ അഗ്നി 6 എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ് ഈ മിസൈൽ പ്രവർത്തിക്കുക. ആദ്യ ഘട്ടത്തിൽ ഇതിന് വലിയ 70,000 കിലോ വരെ ഭാരമുള്ള ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ വേഗത അത്ര ഉണ്ടാകില്ല. പക്ഷേ അത് സഞ്ചരിച്ച് ഇത് പായുന്നത് നേരെ നമ്മുടെ ആകാശത്തൂടിയല്ല, നേരെ ബഹിരാകാശത്തോട്ടൊക്കെ പോകണം. നേരെ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന റോക്കറ്റ് പോകുന്ന പോലെ നേരെ ബഹിരാകാശത്തോട്ട് ചെന്നിട്ട് അവിടെ നിന്നാണ് ഇവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ബഹിരാകാശത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് പരമാവധി വേഗതയിലായിരിക്കും പോകുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായിട്ടുണ്ടാകും. അപ്പോൾ ഈ റോക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ മിസൈലിൻ്റെ ഭാരം 1/3 കുറഞ്ഞു. അപ്പോൾ ഭാരം കുറയുമ്പോൾ വേഗത കൂടും. ഇനി 2ാം ഘട്ടവും കത്തിത്തീർന്ന് 3ാം ഘട്ടമാണ് ഫൈനൽ സ്റ്റേജ്. അതാവുമ്പോൾ ഇത് പരമാവധി വേഗതയിൽ, കാര്യം നമ്മൾ ഈ കാണുന്ന അഗ്നി മിസൈലിൻ്റെ ആ വലിപ്പമൊന്നും അപ്പം ഉണ്ടാകില്ല, വളരെ ചെറുതായിരിക്കും. അതിൻ്റെ 1/3 വലിപ്പമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വാർഹെഡും അതിനെ എത്തിക്കാനായിട്ടുള്ള അവസാന ജ്വലന പ്രക്രിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ആ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ
പുതിയ യുദ്ധതന്ത്രത്തിൽ ശത്രു രാജ്യത്തിന് വേണമെങ്കിൽ ഉപഗ്രഹ സംവിധാനങ്ങൾ വെച്ച് ഇതിനെ ജാം ചെയ്യാനോ സ്പൂഫ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഇടപാട് നടത്താനോ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ തൊടുത്തു വിട്ടാൽ അവിടെ ചെന്ന് അടിച്ചിരിക്കണമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതിന് സ്വതന്ത്രമായൊരു നാവിഗേഷൻ സിസ്റ്റം തന്നെയാണ് ഇതിൽ പിടിപ്പിച്ചേക്കുന്നത്. നമ്മൾ പോലും നമ്മുടെ ഈ നാവിക് എന്ന് പറഞ്ഞൊരു ഉപഗ്രഹ സംവിധാനം നമ്മുടെ ഇന്ത്യയുടെ സ്വന്തമായിട്ടുണ്ട്. പക്ഷെ അതുപോലും ഒരു ബാക്കപ്പ് എന്ന രീതിയിലാണ് ഈ അഗ്നി മിസൈലിന് ഉപയോഗിക്കുന്നത്. കാര്യം ഇത് സ്വതന്ത്രമായി സഞ്ചരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനം അത് കൃത്യമായി അതിൻ്റെ സ്കാനറും അതിൻ്റെ ലേസർ സംവിധാനങ്ങളും ഉപയോഗിച്ച് അത് കൃത്യമായി അത് മനസ്സിലാക്കും. ഇനിയൊരു ബാക്കപ്പ് എന്ന നിലയിൽ വേണമെങ്കിൽ ഇന്ത്യയുടെ നാവിക് സിസ്റ്റത്തെ ആശ്രയിച്ച് ഈ പറയുന്ന ലക്ഷ്യം ഭേദിക്കുകയും ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ അഗ്നി എന്ന് പറഞ്ഞ ആ പേര് കത്തിച്ച് ചാമ്പലാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അഗ്നി 6 മിസൈല് പരീക്ഷണം നമ്മുടെ ഇത്ര ദൂരപരിധി ഉള്ളതുകൊണ്ട് അമേരിക്കയെ ഭീഷണിപ്പെടുത്താനാണോ എന്ന് വരുത്താനായിട്ട് പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അത് സിംഗപ്പൂരിലെ ഷാ ഗ്രില ഡയലോഗ് എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സേറ്റ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള വനിതാ ജേർണലിസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. കാര്യം അമേരിക്കയുടെ ഇൻ്റലിജൻസ് മേധാവി തുൾസി ഹെബാർഡ് പാകിസ്ഥാനെ കുറിച്ചൊരു പരാമർശം നടത്തി. അവരുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ആ മേഖലയെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാര്യം ഇസ്രയേലിനെ ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞത്. അല്ല, നിങ്ങൾ ഇന്ത്യയിലെ അഗ്നി മിസൈലിനെ കുറിച്ച് കേട്ടില്ല? ഇന്ത്യ അഗ്നി 6 വിക്ഷേപിക്കാൻ പോകുന്നല്ലോ, പരീക്ഷിക്കാൻ പോകുന്നല്ലോ, അതിൽ നിങ്ങൾക്ക് ആശങ്കയൊന്നും ഇല്ലേ എന്ന് അമേരിക്കയുടെ ചോദിച്ചു. കാര്യം ഇത്രയും ദൂരപരിധി ഉള്ളത് കൊണ്ട് അമേരിക്കയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് മൂളയുള്ള അങ്ങേര് അത് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. തൽക്കാലം ഞങ്ങൾ ഈ കാര്യത്തിൽ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഇന്ത്യയോ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് തൽക്കാലം ഞങ്ങൾ ചിന്തിക്കുന്നില്ല. മുൻകാലങ്ങളിൽ അമേരിക്കയുടെ നിലപാട് ഇതൊന്നും ആയിരുന്നില്ല. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യ ഇതേപോലെയുള്ള ദീർഘദൂര മിസൈലുകളൊക്കെ വിക്ഷേപിക്കുമ്പോഴോ വലിയ നടുക്കവും ആശങ്കയൊക്കെ രേഖപ്പെടുത്തുന്ന കൂട്ടരായിരുന്നു അമേരിക്ക. പക്ഷെ അവരിപ്പോൾ ഒരു മയപ്പെടുന്നുണ്ട്. കാര്യം തണ്ടിക്ക് തണ്ടി കളിക്കാൻ അവർക്കറിയാം. അതുകൊണ്ടാണ്. പിന്നെ ആത്യന്തികമായിട്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്രയും ദൂരപരിധിയുള്ള മിസൈൽ ഇന്ത്യ തയ്യാറാക്കുന്നത്. ഒരിക്കലും ഇന്ത്യയുടെ അമേരിക്കയായിട്ട് നമുക്കിപ്പോൾ ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടെങ്കിലും അമേരിക്കയും നമ്മളുമായിട്ട് നല്ല ടൈംസിലാണ് പോകുന്നത്. ഒരുവിധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സൗഹൃദം. തുർക്കി പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മുടെ ടാർഗറ്റ് പാകിസ്ഥാനും ചൈനയുമാണ്. അവർ ഒഴിഞ്ഞ മൂലയിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് അടിച്ചിടണം. അതിപ്പോൾ കൊച്ചിയിൽ നമുക്ക് സൈനിക താവളങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നും വേണമെങ്കിൽ വിക്ഷേപിക്കാമല്ലോ. അപ്പോൾ അതിന് തയ്യാറാക്കിയാണ് ഇത്രയും ദൂരപരിധി മിസൈൽ തയ്യാറാക്കേണ്ടത്.